പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഏപ്രിൽ 17 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ്യത്തെ സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവർ. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവർ യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ,
കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ നിൻ്റെ തിരുമുറുപാടുന്ന വരതുകരം, ആണിപ്പടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിത്യവൃത്തിക്ക് വകയില്ലാത്തവരുണ്ട്. എല്ലാ മേഖലകളിലും വിഷമിക്കുന്ന മക്കള്. ഇക്കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം ചെറിയവരെ തിരക്കാൻ ഉള്ള സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ്. ചിലർ പ്രത്യേക ഏജൻസിനെ വെച്ചുകൊണ്ട് ഇവിടെ ദരിദ്രമില്ല, രോഗികളില്ല, ഇവിടെ എല്ലാം ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ വരുത്തിയിട്ട് അതിൻ്റെ പിന്നിൽ ഏറ്റവും ദരിദ്രനെയും ഓരം കെട്ടി കിടക്കുന്നവനെയും അവനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സാമൂഹ്യമായി അന്ധകാരം നാടിനെ വ്യാപിക്കുന്നുണ്ട്. കർത്താവേ, അത് എല്ലായിടത്തും അതുണ്ട്. ഒരു സ്റ്റേറ്റിലും മാത്രമല്ല, ഈ രാജ്യത്ത് തന്നെ ഇങ്ങനെയുള്ള കുറേ ഏജൻസികൾ ഇരുന്നുകൊണ്ട് മിഥ്യാബോധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അവലംബമില്ലാതെ ഉഴറുകയും തെറ്റായ തീരുമാനങ്ങൾ കാരണം ഉള്ള തൊഴിലിടങ്ങൾ വരെ അടച്ചു പൂട്ടുന്നതിൻ്റെ ഭീതിയിലിരിക്കുന്നു. എല്ലാം അടച്ചു പൂട്ടി ഇനിയിപ്പോൾ ആരോഗ്യ മേഖലയും സമരം ചെയ്ത് അടച്ചു പൂട്ടിക്കുകയാണ് തൽപര കക്ഷികൾ. ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. നാളെ രാജ്യത്ത് ഒന്നിനും മുതൽ മുടക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പോഴും ഈ രാജ്യം ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ ഇരുട്ടിലും സാമൂഹ്യ ഇരുട്ടിലും ഒരു ജനത പെട്ടുപോകുന്ന അവസ്ഥ. ദൈവമേ, നിൻ്റെ മക്കളും രാജ്യം വിട്ടുപോകുന്നു. ഞങ്ങളുടെ ഭരണാധികാരികൾ ആര് തന്നെയാണോ ഈ രാജ്യത്തിന് ഈ നാടിന് ഭരിക്കാൻ പോകുന്നത്, അവർക്ക് ആര് ഭരിച്ചാലും അവർക്ക് സത്യസന്ധമായ മാർഗങ്ങൾ ജനങ്ങളുടെ ശ്രേയസ്സിനും എല്ലാവരെയും സന്ധിക്കാൻ ആവശ്യമായ മാർഗം കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. വർഗീയത കൂടുതൽ രൂക്ഷമായിട്ട് പല്ലും നഖവും എടുത്ത് വളർത്തിയെടുത്തതിൻ്റെ പേരിൽ എല്ലാ മേഖലകളിലും ജനങ്ങൾ ചേരിത്തിരിഞ്ഞ് വൈരാഗ്യ ബുദ്ധിയോടുകൂടി വെറുപ്പ് കൃഷി ചെയ്യുന്ന അവസ്ഥയിലാണ്. കൃഷിയിടങ്ങളെല്ലാം തുറന്ന് കിടക്കുന്നു. അവിടെ ആർപ്പുവിളികളും പാട്ടുകളൊന്നുമില്ല, ഉൽപ്പാദനങ്ങളില്ല. വെറുപ്പിൻ്റെ കൃഷി ഇറക്കുകയും അതേസമയം തന്നെ രാജ്യം അരാജകത്വത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. എല്ലാ സ്കൂളുകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് മേഖലകളാണ്. ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, ജോലി പിൻവാതിലൂടെ ഒപ്പിക്കുന്നവർ, അതേസമയം തന്നെ ജനങ്ങൾക്ക് ആശ്രയമായിരുന്ന പല ജോലി സംവിധാനങ്ങളും നോക്കുകുത്തിയെപ്പോലെ നിൽക്കുന്നത് ഉണ്ടാക്കുന്ന അരാജകത്വം വലുതാണ്. ദൈവമേ, ആ മേഖലയിലെല്ലാം മനുഷ്യന് സുബുദ്ധി തിരിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ രാഷ്ട്രീയവും സാമൂഹ്യവും വിദ്യാഭ്യാസപരമായിട്ട് മനുഷ്യൻ ഒരു വട്ടം മനുഷ്യരെ തീർത്തും അശക്തരാകും. അതുപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ടവരുമായിട്ട് മാറുന്നു. അവരെ ഓർത്താൻ ഞാൻ ഈ പ്രാർത്ഥന മുഴുവൻ പ്രാർത്ഥിച്ചു കൂട്ടുന്നത്. കർത്താവേ, അവർക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്
എന്നുള്ള ആപ്തവാക്യം ഉയർത്തിക്കൊണ്ട് ഈ കാലങ്ങളിൽ ബൈബിള് ഇട്ടുകൊടുത്തിരിക്കുന്ന എക്കാലത്തെയും വലിയ പിടിവള്ളി ഇതിൽ മനുഷ്യൻ ആശ്രയിച്ചിരിക്കുന്നവരെല്ലാം നിൻ്റെ നാമത്തിൽ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി, വീട്, വിവാഹം, ആരോഗ്യം, യാത്ര, സാമ്പത്തിക ബാധ്യത, വിറ്റുമാറ്റാനുള്ള തൊഴിലുകൾ, കടങ്ങൾ, ജപ്തി നടപടി, വിവാഹ ആലോചനകൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, ഭവനരഹിതർ, ഏതെല്ലാം മേഖലകളിൽ അങ്ങയുടെ മക്കളെ വേദനിക്കുന്നുണ്ടോ, അന്തഃഛിദ്രം വന്ന കുടുംബങ്ങൾ, കേസും വാക്കാടവുമായിട്ട് നടക്കുന്ന, കോടതി കയറി ഇറങ്ങുന്ന കുടുംബങ്ങൾ, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുതിയ പുതിയ ആശങ്കകൾ വരികയാണ്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞവരെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നു. അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ട് അവർ പോകുന്ന ഇടങ്ങളിലെല്ലാം, നീ പോകുന്ന ഇടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടാകുന്ന അള്ളിച്ചിട്ട് കർത്താവേ, നിൻ്റെ ചൈതന്യം അവരേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ വളരെ നമ്മളുമായിട്ട് വളരെ പ്രായോഗികമായിട്ട് സഹായിക്കുന്നൊരു വചനമുണ്ട്. അത് യോഹന്നാൻ 3:21. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവർത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. മതി. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവന്റെ സത്യം പ്രവർത്തിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നു. കാരണം അവന്റെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നുവെന്ന് വെളിപ്പെടുന്നു. അത് കാര്യത്തിൽ ഇപ്പം നമ്മുടെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? അവൻ പറയണ പോലെ ചെയ്യണമല്ലേ, പക്ഷെ അത് പ്രവൃത്തിയല്ലേ. പക്ഷെ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദൈവത്തോട് ഐക്യപ്പെട്ടാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളോർക്കും പിന്നെ ഞങ്ങൾ അങ്ങനെയല്ലേ ചെയ്യണമെന്ന്. പക്ഷെ ചിലരങ്ങനെയല്ല. പലരും ഈ ഇൻറ്റൻഷൻ ഐക്യത്തിലാണ് ചെയ്യണത്, നിയോഗ ഐക്യത്തിൽ. അവിടെ ഒരു ഭയങ്കര തെറ്റുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദൈവ ഐക്യത്തിലല്ല ചെയ്യണം ഉടമ്പടി. ഇപ്പം നിങ്ങൾക്ക് വിസ കിട്ടണില്ല, ഉടനെ നിങ്ങളെന്താ ചെയ്യണത്? ഉടമ്പടി എടുക്കും. എന്നിട്ട് നിങ്ങളെ ഉപപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവേ. എന്തിനാണ്? വിസ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതെന്താ? നിയോഗ ഐക്യത്തിലാണ് ചെയ്യണം. ദൈവത്തിന് അവിടെ ബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ജോലിയില്ല, അല്ലെങ്കിൽ വീട് ജപ്തിയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ നാട്ടിൻപുറത്താണെങ്കിലും ഈ ഉടമ്പടി എടുത്തില്ലെങ്കിലും നിങ്ങൾ കുർബാനയും കുമ്പസാരവും ഒക്കെ എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ എന്താ വിഷയം? ദൈവൈക്യത്തിലല്ല, നിയോഗ ഐക്യത്തിലാണ്. ഇത് ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഇരുട്ടി തപ്പണാണ്. എന്ന് വെച്ചാൽ നിയോഗ ഐക്യത്തിൽ ദൈവതിരുസന്നിധിയിൽ ഒരു സൽപ്രവൃത്തിയും സ്വീകാര്യമല്ല. അതിൻ്റെ അകത്തൊക്കെ വരുന്നൊരു വിഷയം വെച്ചാൽ ദൈവത്തിനവിടെ റോളില്ലല്ലോ. നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യണതാ. അതുകൊണ്ട് തന്നെ അത് പക്ഷെ മനുഷ്യൻ അറിയാതെ വിചാരിക്കും അപ്പം നമ്മൾ പ്രാർത്ഥിക്കില്ല. അപ്പം ദൈവത്തോടല്ലേ? ദൈവത്തോടാണ് പ്രാർത്ഥിക്കണത്. പക്ഷെ ഐക്യമാരാണ് നിയോഗത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നത്. അതാണ് യോഹന്നാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറയണത്. നിങ്ങളുടെ പ്രവർത്തികൾ സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവർത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. പ്രവർത്തികൾ, നമ്മുടെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിലാണെന്ന് നോക്കണം. അതാ നിയോഗ ഐക്യത്തിൽ തന്നെ കിടക്കണം നോക്കണം. ഇപ്പോഴ് നമ്മൾ പെട്രോൾ അടിക്കണ മുമ്പേ നമ്മൾ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോഴേ അവരാ നോബ് ഇങ്ങനെ പിടിക്കുമല്ല. നോബ് പിടിച്ചിട്ട് അവർ കാറേട്ടല്ല നോക്കണത്. അവർ പെട്രോളിൻ്റെ ആ ഡാഷ്ബോർഡില്ലേ അതുമേലാണ് നോക്കണത്. എന്താ നോക്കണത്? ഡീസലാണ് അടിക്കാൻ പോണത്, പെട്രോളാണ് അടിക്കാൻ പോണതെന്നാണ് നോക്കണത്. അത് നോക്കിയിട്ട് നമ്മളോട് ചോദിക്കും ഡീസലാണോ പെട്രോളാണെന്ന്. അപ്പോൾ നമ്മൾ പറയും പെട്രോളാണ് അല്ലെങ്കിൽ ഡീസലാണെന്ന് പറയുമ്പോൾ അവരങ്ങോട്ടും നോക്കും. അവർ പിടിച്ചിരിക്കുന്ന നോബ് ഡീസലിൻ്റെ ആണ് പെട്രോളിൻ്റെ ആണ്. കാര്യം ഡീസൽ ടാങ്കിൽ പെട്രോൾ ഒഴിച്ചുള്ള അവസ്ഥ എന്താണ്?
പെട്രോൾ ടാങ്കിൽ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തം എഞ്ചിന് ഊരി കഴുകേണ്ടി വരും. അപ്പം അതുപോലെ തന്നെയാണ് ഈ വിഷയം. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഈ ദൈവ ഐക്യത്തിലാണോ നിയോഗ ഐക്യത്തിലാണോ നോക്കണം. നിയോഗ ഐക്യത്തിലാണെങ്കിൽ പെട്രോൾ ടാങ്കിൽ ഡീസൽ അടിക്കുന്ന പോലെ ഇരിക്കും. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.